ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. കാരണം നമ്മുടെ ഓണം എക്സാം ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ എക്സാമിന് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പൊതുവെ കണ്ടുവരുന്നതാണ്. ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെ 3-4 തവണയൊക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 3 വർഷം മുന്നെങ്കിലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയിട്ട് അത് വായിച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ട് വേണം നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ നമ്മളിവിടെ 2019 മുതൽ 19ലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +2 ഇംഗ്ലീഷിലെ എനി വുമൺ, 3 L's ഓഫ് എംപവർമെന്റ്, ഹൊറിഗല്ലു, ഈ 3 ചാപ്റ്ററിലെ ഒരു 2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാ ചാപ്റ്റർ? എനി വുമൺ ബൈ കാതറിൻ ടൈനൻ, 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡെ, ഹൊറിഗല്ലു ബൈ സുധാമൂർത്തി. ഈ 3 ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. മുന്നേ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. മിക്ക ഓണം എക്സാമിനും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവയൊക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ഉള്ളത് 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡെ. ആ സ്പീച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. There is an African adage that says, if you educate a boy, you train a man. If you educate a girl, you train a village. Prepare a write-up explaining the meaning of the passage. അപ്പോൾ ഇത് 3 L's ഓഫ് എംപവർമെന്റിന്ന് പൊതുവെ 2-3 തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. 2018, 19, 17 ഇയറിലാണെന്ന് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻസ് ഒരു 3 തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് പാറ്റേൺ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിലും ഇത് റൈറ്റപ്പ് ആയിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 3 തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. There is an African adage that says, ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലുണ്ട്. അത് പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങൾ ഒരു ബോയിയാണ്, ഒരു ആൺകുട്ടിക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു പുരുഷനെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു പെൺകുട്ടിക്കാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എങ്കിൽ നമ്മൾ നല്ലൊരു വില്ലേജിനെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇതൊരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലാണ്. നമ്മൾ 3 L's ഓഫ് എംപവർമെന്റ് ഡിസ്കസ് ചെയ്ത ടൈമിൽ ലേണിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ ഫസ്റ്റ് എല്ലായിട്ടില്ല, എംപവർമെന്റിന്റെ ഫസ്റ്റ് എല്ലായിട്ടുള്ള ലേണിങ്ങിനെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ ഈ ആഫ്രിക്കൻ അഡാജ് ഡിസ്കസ് ചെയ്തതായിരുന്നു. അന്ന് നമ്മൾ ഈ ക്വസ്റ്റ്യനും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഒരു റൈറ്റപ്പ് എഴുതാണ്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇത്. പൊതുവെ 4 മാർക്കിന് ചോദിച്ചിട്ട് 3 തവണ കണ്ടിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിയിട്ട് തന്നെ വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. എഡ്യൂക്കേഷൻ ഈസ് എ ടൂൾ ഫോർ എമാൻസിപ്പേഷൻ ആൻഡ് എംപവർമെന്റ് ഓഫ് വുമൺ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്ത്രീകളുടെ വിമോചനത്തിനും ശാക്തീകരണത്തിനും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഇറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച്. എഡ്യൂക്കേഷൻ ആണ് എല്ലാ ചേഞ്ചിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാനം എഡ്യൂക്കേഷൻ ആണ്. ദ ആഫ്രിക്കൻ അഡാജ് സ്ട്രെസ്സസ് ഓൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിംഗ് എഡ്യൂക്കേഷൻ ടു വുമൺ. നമ്മുടെ ഈ ആഫ്രിക്കൻ അഡാജ് ഉണ്ടല്ലോ, if you educate a boy, you train a man. If you educate a girl, you train a village. ഈ ആഫ്രിക്കൻ അഡാജ് ഗേൾസിന്, അതായത് വിമൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ഹെൽപ്പ്, അവിടെ ഹെൽപ്പ് ഉണ്ട് കേട്ടോ. എഡ്യൂക്കേഷൻ ഹെൽപ്പ് വുമൺ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ ആൻഡ് എമർജൻസി ഇൻ ദ മെയിൻ സ്ട്രീം. അതായത് പൊതുവെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അവര് വളരെ ടാലന്റഡും ട്രൂ പൊട്ടൻഷ്യൽസും എല്ലാം ഉള്ളവരാണ്. പക്ഷെ അവർക്ക് ചുറ്റും ഒരുപാട് ഷാക്കിൾസ് ഉണ്ട്, കെട്ടുപാടുകളുണ്ട്. സൊസൈറ്റി തീർക്കുന്നതും ഫാമിലി തീർക്കുന്നതും
അവള് സ്വയം തീർക്കുന്നതുമായിട്ടുള്ള ഒരുപാട് കെട്ടുപാടുകൾ ഒരു സ്ത്രീക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഷാക്കിൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരിക എന്നുള്ളത് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. അപ്പോ അവൾക്ക് അവളുടെ ചുറ്റുമുള്ള ആ ഷാക്കിൾസിനെ ബ്രേക്ക് ചെയ്യാൻ, ആ ഷാക്കിൾസ് കെട്ടുപാടുകളെ ബ്രേക്ക് ചെയ്യാൻ എഡ്യൂക്കേഷൻ അവളെ ഹെൽപ്പ് ചെയ്യും. ആ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ പുറത്താക്കപ്പെടലിന്റെ ഒരു ഷാക്കിൾ ഉണ്ട് സ്ത്രീക്ക് ചുറ്റും, അവളെ മാറ്റി നിർത്തുന്നതിന്റെ ഒരു ഷാക്കിൾ ഉണ്ട്. കാരണം മെയിൻ സ്ട്രീമിൽ നിന്ന് സ്ത്രീകളെ പൊതുവെ മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര സ്ത്രീകൾ എംപവേർഡ് ആയി എന്ന് പറഞ്ഞാലും സ്ത്രീകള് പലരും മെയിൻ സ്ട്രീമിൽ നിന്ന് എക്സ്ക്ലൂഡഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പോൾ ആ എക്സ്ക്ലൂഷന്റെ കെട്ടുപാടുകളെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ബ്രേക്ക് ചെയ്ത് മെയിൻ സ്ട്രീമിലോട്ട് സ്ത്രീകൾക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, an educated person achieves self-awareness. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് സെൽഫ് അവയർനെസ്, അതായത് സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സ്വയം ഒരു ബോധം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദിസ് ഹെൽപ്സ് ഇൻ ദ സക്സസ്ഫുൾ ലിവിങ് ഓഫ് എ ഇൻഡിവിജ്വൽ. എഡ്യൂക്കേഷൻ ഒരു വ്യക്തിയെ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായി ജീവിക്കാൻ അനുവദിക്കും. ഇറ്റ് ഹെൽപ്സ് ടു ഐഡന്റിഫൈ ദ കോസസ് ഓഫ് ദ പ്രോബ്ലംസ് ഇൻ എ പേഴ്സൺസ് ഫാമിലി. ഈ ഇറ്റ് എന്നുള്ളത് ഇവിടെ എഡ്യൂക്കേഷൻ ആട്ടോ. എഡ്യൂക്കേഷൻ നമ്മുടെ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ പ്രോബ്ലംസിന്റെ കോസ്, നമുക്കുണ്ടാവുന്ന ഓരോ പ്രശ്നത്തിന്റെയും കാരണങ്ങൾ എന്താ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഓരോ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുടെ റൂട്ട് കോസ്, കാരണങ്ങൾ എന്താന്ന് കണ്ടുപിടിക്കാൻ എഡ്യൂക്കേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് ഹെർ ഗുഡ് ജോബ്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് ഹെർ ഗുഡ് ജോബ്. എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് നല്ല ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷീ ക്യാൻ ഏൺ മണി. അതിലൂടെ അവൾക്ക് പൈസ സമ്പാദിക്കാം. ത്രൂ ദാറ്റ് ഷീ ബിക്കംസ് ഇൻഡിപെൻഡന്റ് ഇൻ ഹെർ ലൈഫ്. അതിലൂടെ അവള് അവളുടെ ജീവിതത്തിൽ ഇൻഡിപെൻഡന്റ് ആയി തീരും, സ്വതന്ത്രയായി തീരും. അറ്റ് ദ സെയിം ടൈം, ഇഫ് എ മാൻ ഈസ് എഡ്യൂക്കേറ്റഡ്, ദിസ് നോളജ് വിൽ ബി യൂസ്ഫുൾ ഓൺലി ടു ഹിം. ഇപ്പൊ നമ്മൾ ഒരു എഡ്യൂക്കേഷൻ ഒരു പെൺകുട്ടിക്കാണ് കൊടുക്കുന്നത് എങ്കിൽ അവള് ആ എഡ്യൂക്കേഷൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു ജോബ് കരസ്ഥമാക്കും. അതുപോലെ തന്നെ അവളുടെ ലൈഫിൽ സ്വന്തമായി പണം സമ്പാദിച്ച് അവൾക്ക് ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രയാവാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഒരു ബോയ്ക്ക് ആണ് എങ്കിൽ നമുക്ക് ആ ടാലന്റ്, എഡ്യൂക്കേഷൻ വഴി കിട്ടുന്ന ആ കഴിവുകളും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ കൊണ്ട് കിട്ടുന്ന എല്ലാ ഗുഡ്നെസ്സും അയാൾക്ക് മാത്രം ആയിരിക്കും. കാരണം ഇപ്പോൾ നമ്മളൊരു ഗേളിന് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അതൊരു എൻറ്റയർ വില്ലേജിന് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന പോലെ. പക്ഷെ നമ്മൾ ഒരു പുരുഷന് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന് കിട്ടുന്ന അറിവുകൾ അവനിൽ മാത്രം ഒതുങ്ങും. അത് യൂസ്ഫുൾ ആവുന്നത് അവന് വേണ്ടി മാത്രമായിരിക്കും. ആ ഒരു ചേഞ്ച് നമുക്ക് ഈ ആഫ്രിക്കൻ അഡാജിൽ കാണുന്നതാണ്. സ്ത്രീക്കും പുരുഷനും വിദ്യാഭ്യാസം കൊടുത്താലുള്ള ഉപയോഗങ്ങൾ വ്യത്യസ്തമാണ്. അതിൽ സ്ത്രീക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനെയാണ് ഈ ആഫ്രിക്കൻ പഴഞ്ചൊല്ല് കൂടുതൽ ഊന്നൽ എംഫസൈസ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ അതേ സമയത്ത് നമ്മളൊരു എഡ്യൂക്കേഷൻ മെന്നിനാണ് കൊടുക്കുന്നത് എങ്കിൽ ആ എഡ്യൂക്കേഷൻ അവന് മാത്രം യൂസ്ഫുൾ ആവും. ബട്ട് ഇഫ് എ വുമൺ ഈസ് എഡ്യൂക്കേറ്റഡ്, പക്ഷെ ഒരു സ്ത്രീയാണ് വിദ്യ ആർജിക്കുന്നത് എങ്കിൽ ഷീ വിൽ ബി ഏബിൾ ടു സ്പ്രെഡ് ദ റൈസ് ഓഫ് എഡ്യൂക്കേഷൻ ടു എവരിവൺ സറൗണ്ടിങ് ഹെർ. തനിക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും എഡ്യൂക്കേഷന്റെ കിരണങ്ങള്, വിദ്യാഭ്യാസത്തിന്റെ കിരണങ്ങള് സ്പ്രെഡ് ചെയ്യാനും വ്യാപിപ്പിക്കാനും അവളെ കൊണ്ട് സാധിക്കും. സോ ഗിവിങ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ ആഫ്രിക്കൻ അഡാജിനെ പറ്റിയിട്ട്, ആ ആഫ്രിക്കൻ അഡാജിന്റെ സ്പെഷ്യാലിറ്റിയെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് പാരഗ്രാഫ് എഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. ഇത്രയും എഴുതിയാൽ നമുക്ക് ഉറപ്പായിട്ടും 4 മാർക്ക് കിട്ടുന്നതാണ്. ആ പഴഞ്ചൊല്ലിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ സെൻട്രൽ തീം എന്താണ്, അല്ലെങ്കിൽ അതിലൂടെ കൺവേ ചെയ്യുന്ന സെൻട്രൽ മെസ്സേജ് എന്താണെന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്ക് എന്തായിട്ടും കിട്ടും.
സോ 4 മാർക്ക് വന്നാൽ എഴുതാൻ പറ്റിയ ഒരു ആൻസർ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളൊന്നും കൂടി വായിക്കും. There is an African adage that says, if you educate a boy, you train a man. If you educate a girl, you train a village. Prepare a write-up explaining the meaning of the passage. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. Education is a tool for emancipation and empowerment of women. It is the foundation of any change. The African adage stresses on the importance of giving education to women. Education helps women to break shackles of exclusion and emergency in the mainstream. An educated person achieves a self-awareness. This helps in the successful living of an individual. It helps to identify the causes of the problems in a person's life. Education provides her good job and she can earn money. Through that, she becomes independent in her life. At the same time, if a man is educated, his knowledge will be useful only to him. But if a woman is educated, she will be able to spread the rays of education everywhere surrounding her. So giving education for girls is more important. ഇത്രയാണ് നമ്മുടെ ആ ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും 3 L's ഓഫ് എംപവർമെന്റിലെ ക്വസ്റ്റ്യൻ. നമ്മുടെ ക്രിസ്റ്റ്യൻ ലഗാർഡ് എഴുതിയിട്ടുള്ള 3 L's ഓഫ് എംപവർമെന്റിലെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Read the given excerpt from the 3 L's of empowerment and answer the questions that follow. അപ്പോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ താഴെ 3 L's ഓഫ് എംപവർമെന്റിലെ എന്ന പാഠഭാഗത്തു നിന്ന് ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം വായിച്ചിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ പാഠഭാഗത്തു നിന്ന് കൊടുത്തിട്ടുള്ള ആ ചെറിയ പോർഷൻ. They represent half the world population. ഈ ദേ ആരാ ഇവിടെ? വിമൺ ആണ്. അപ്പൊ നമ്മുടെ ലേണിങ്ങിനെ പറ്റി പറയുന്നതിന്റെ മുന്നേ ആയിട്ട് വേൾഡിന്റെ എക്കണോമിക് ഗ്രോത്തിനെ പറ്റിയിട്ട് നമ്മുടെ ക്രിസ്റ്റ്യൻ ലഗാർഡ് സ്പീച്ചിൽ പറയുന്നുണ്ട്. അപ്പോ പറയുന്ന വേർഡ്സ് ആണിത്. They represent half the world's population. അവര് വേൾഡിലെ ലോകത്തിന്റെ പകുതി പോപ്പുലേഷന്റെ പകുതി ഭാഗവും സ്ത്രീകളാണ്. But contribute far less than 50% of economic activity. പക്ഷെ ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവര് 50% പോലും, അതായത് പകുതി പോലും അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, വിമൻസ് ട്ടോ. അപ്പൊ ഹൂ മേഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് പെർ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. മാർക്ക് കൊടുത്തിട്ടില്ല, ഞാൻ പറയുമ്പോൾ പറയാന്ന് വെച്ചതാണ്. സോ ഇത് 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിട്ടുള്ളത്. 2 A. ഹൂ മേഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് പെർ? ആരാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? സോ നമുക്ക് ആ സ്പീച്ച് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഇത് ആൻസർ ചെയ്യാം. ക്രിസ്റ്റ്യൻ ലഗാർഡ് ഇൻ ഹെർ സ്പീച്ച് 3 L's ഓഫ് എംപവർമെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്റ്റ്യൻ ലഗാർഡയാണ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് അവളുടെ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറഞ്ഞ സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്ന സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഹൂ മേഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് വെർ? ക്രിസ്റ്റ്യൻ ലഗാർഡ് ഇൻ ഹെർ സ്പീച്ച് 3 L's ഓഫ് എംപവർമെന്റ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് അവളുടെ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കില് എന്ന സ്പീച്ചിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ആണ് ഇത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കിക്കോളൂ കേട്ടോ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് റെഫേർഡ് ടു ആസ് ദേ ഹിയർ? ഇവിടെ ദേ എന്ന് റെഫർ ചെയ്തിരിക്കുന്നത് ആരെയാണ്? അപ്പോ നമ്മള് ദേ റെപ്രസെന്റ് ഹാഫ് ദ വേൾഡ് പോപ്പുലേഷൻ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ള സെന്റൻസിലുള്ളത്. അപ്പൊ ആ ദേ ആരാണ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് റെഫേർഡ് ടു ആസ് ദേ ഹിയർ? അവർ അല്ലെങ്കിൽ ദേ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ആരെയാണ്? ആരെയാ പറഞ്ഞിരിക്കുന്നത്? നമ്മള്
അതിന്റെ മീനിങ് പറഞ്ഞപ്പോ പറഞ്ഞു വിമൻസിനെയാണ് നമ്മൾ ഇവിടെ വിമണിനെയാണ് നമ്മൾ ഇവിടെ ദേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി. തേർഡ് ക്വസ്റ്റ്യൻ അതും ഒരു 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. വൈ ഡു ദേ കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ 50% ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി? പറഞ്ഞു വേൾഡ് പോപ്പുലേഷനിൽ 50% സ്ത്രീകളാണ്. പുരുഷന്മാരും സ്ത്രീകളും ഒരു ലോകത്ത് ഒരുപോലെയാണ് ഉള്ളത്. പക്ഷെ എക്കണോമിക് ആക്ടിവിറ്റിയുടെ കാര്യത്തിൽ വുമൻസ് 50% അവരുടെ 50% പോലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ബിക്കോസ് വുമൺ ആർ ഡിനൈഡ് ഓഫ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് മെന്നിന് കിട്ടുന്ന അതേ ഓപ്പർച്യൂണിറ്റി സ്ത്രീക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവർ എക്കണോമിക് ആക്ടിവിറ്റിയിൽ കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാത്തത്. നമ്മൾ രാജ്യത്തിന്റെ സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം സ്ത്രീക്കും പുരുഷനും ഈക്വൽ ആയിട്ടുള്ള പേയ്മെന്റ് സ്റ്റിൽ ഈവൻ നൗ കിട്ടാത്തൊരു സിറ്റുവേഷൻ ആണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരു പൊസിഷനിൽ ഇപ്പോ ഒരു സ്ത്രീയും മെന്നും സെയിം പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് സെയിം ക്വാളിഫിക്കേഷൻ ആണ് ഡിഫറെന്റ് ആയിട്ട് പേ ചെയ്യുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടും ഡിഫറെന്റ് പേയ്മെന്റും അവർക്ക് മെന്നിനെ പോലെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല. എല്ലാത്തിനും മെന്നിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ തുല്യമായ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ കിട്ടുന്നില്ല. അതാണ് അവര് എക്കണോമിക് ആക്ടിവിറ്റിയിൽ 50% പോലും റീസൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ആഫ്രിക്കൻ ഇമ്പോർട്ടൻസിനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മള് അതിന്ന് കൊടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 3 ക്വസ്റ്റ്യൻ 1 മാർക്കിന്റെ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നമ്മളിപ്പോ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മള് അടുത്തതായി നോക്കാൻ പോകുന്നത് സെയിം സ്പീച്ചിൽ നിന്ന് ലഗാർഡയുടെ സെയിം സ്പീച്ചിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അന്ന് നമ്മൾ പാഠഭാഗം എടുത്തപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ടേം പറഞ്ഞിരുന്നു, കൺസെൻഷ്യസ് ബിൽഡിംഗ് എന്നുള്ളത്. അത് എക്സാമിന് അതിന്റെ മീനിങ് ഒക്കെ വളരെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതും 2 തവണ എങ്ങാനും ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം. They are more likely to make decisions based on conscience building, inclusion, compassion, with sustainability. Okay, they are more likely to make decisions based on conscientious building. But they are a women are സ്ത്രീകൾ more likely to decisions based on conscientious ഒരു ജനറൽ ആർഗ്യുമെന്റിന് അല്ലെങ്കിൽ എഗ്രിമെന്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സ്ത്രീകൾ അവരുടെ ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഇൻക്ലൂഷൻ, കമ്പാഷൻ വിത്ത് ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ഇതിനൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഒരു സ്ത്രീ ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ കൺസെൻഷ്യസ് ബിൽഡിംഗ് മീൻസ് ഹിയർ? അപ്പോ എന്താണ് ഇവിടെ കൺസെൻഷ്യസ് ബിൽഡിംഗ് എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? നമ്മള് പാഠഭാഗം എടുത്തപ്പോ പറഞ്ഞതാണ്, എല്ലാരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൺസെൻഷ്യസ് ബിൽഡിങ്ങിന്റെ മീനിങ് എന്താണെന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് 3 ഓപ്ഷനും തന്നിട്ടുണ്ട്. ഇത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിന് 1-2 തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ 3 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അറൈവിങ് അറ്റ് എ ഡിസിഷൻ, ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക. കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്, ഒന്നിച്ചു ചേർന്നിട്ട് ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം. പിന്നെ കോംപ്രമൈസ് ചെയ്യാം, ഒതുക്കി തീർക്കുക. അപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷനുമായിട്ട് കൺസെൻഷ്യസ് ബിൽഡിംഗ് എന്നുള്ള എക്സ്പ്രഷനുമായിട്ട് ഏറ്റവും കണക്റ്റ് ആയിട്ട് കിടക്കുന്നത് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്. അതാണ് ഇതിന്റെ ആൻസർ, കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് എന്നുള്ളത്. കാരണം കൺസെൻഷ്യസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ എഗ്രിമെന്റ് ആണ്, ഒരുപാട് പേര് ചേർന്നെടുക്കുന്ന ഒരു തീരുമാനം.
അതുപോലെ തന്നെയാണ് ഇവിടെ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? കൺസെൻഷ്യസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്. നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതും ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട്, ഈ ഒരു ഭാഗത്ത് തന്നിരിക്കുന്ന ഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഒന്നുകൂടി വായിക്കാം. They are more likely to make decisions based on conscientious building, inclusion, compassion with a focus on long-term sustainability. Question നോക്കാം. B. Find the word opposite in compassion. അടുത്ത ക്വസ്റ്റ്യനും ഒരു വേർഡിന്റെ ഓപ്പോസിറ്റ് വേർഡ് കണ്ടുപിടിക്കാനാണ്. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദയ, കാരുണ്യം, അങ്ങനെയൊക്കെ ഉള്ള ഒരു വേർഡാണ്. ദയ, പിറ്റി, അതൊക്കെ ആയിട്ട് സമയം, അങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് കാരുണ്യം, ദയ, അങ്ങനെയുള്ള ഒരു മീനിങ് വരുന്ന വേർഡാണ് കമ്പാഷൻ. അതിന്റെ ഓപ്പോസിറ്റ് തന്നിരിക്കുന്നവയിൽ ഏതാണ്? അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് തന്നിരിക്കുന്നവയിൽ ഏതാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാ? പിറ്റി ഉണ്ട്, കൺസിഡറേഷൻ ഉണ്ട്, ക്രൂവലിറ്റി ഉണ്ട്. നമുക്കറിയാം പിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയ, കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിഗണന കൊടുക്കുക, ക്രൂവലിറ്റി ക്രൂരത. അപ്പൊ കമ്പാഷൻ എന്ന് പറഞ്ഞാല് ഒരു മൃദുലായിട്ടുള്ള കാര്യമാണ്, ക്രൂവലിറ്റി ഭയങ്കര ക്രൂരതയാണ്. സോ നമുക്ക് ഇതിൽ ഏതാണ് കമ്പാഷന്റെ ഓപ്പോസിറ്റ് വേർഡായിട്ട് സെലക്ട് ചെയ്യാവുന്നത്? ക്രൂവലിറ്റി ആണ്. ഓക്കെ, ക്രൂവലിറ്റി. നോക്കാം. അടുത്തത് നമ്മുടെ നമ്മൾ എടുത്തിട്ടുള്ള എനി വുമൺ ബൈ കാതറിൻ ആണ്. എനി വുമണിൽ നിന്ന് ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. എനി വുമൺ നോർമലി ചോദിക്കുക എങ്ങനെയാന്ന് വെച്ചാല് 3 or 4 അല്ലെങ്കിൽ ഓരോ സ്റ്റാൻസ് കോട്ട് ചെയ്യും. എന്നിട്ട് ആ സ്റ്റാൻസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൂടുതൽ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ എനി വുമൺ എന്നുള്ള പോയത്തിന്റെ അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വേറൊരു പോയം തരും, നമുക്ക് പഠിക്കാനില്ലാത്ത പുറത്തുനിന്നൊരു പോയം തന്നിട്ട് 2 പോയത്തിനെയും കൂടി കമ്പയർ ചെയ്ത് രണ്ടിന്റെയും കൂടി ഒരു കമ്പാരിസൺ ആയിട്ടുള്ള അപ്രീസിയേഷൻ എഴുതാൻ പറയും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ എനി വുമണിന് ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. എനി വുമൺ എഴുതിയിരിക്കുന്നത് കാതറിൻ ടൈനാണ് കേട്ടോ, മറക്കണ്ട. അപ്പോ അതില് നമ്മള് 6 സ്റ്റാൻസ് ഉള്ള ഒരു പോയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ചോദിച്ചു കണ്ടിട്ടുള്ളത് ഫസ്റ്റും ലാസ്റ്റും സ്റ്റാൻസിയാണ് എക്സാമിന്. ഫസ്റ്റ് സ്റ്റാൻസ് തന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിനെ ബേസ് ചെയ്ത് ചോദിക്കും. അതുപോലെ കൂടുതൽ ചാൻസ് ഉള്ളതാണ് ലാസ്റ്റ് സ്റ്റാൻസിൽ ആ പ്രെയറും പിന്നെ പ്രോബ്ലംസിനെ സ്നോയുമായിട്ടും വിൻഡുമായിട്ടും ഒക്കെ കമ്പയർ ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലെ ഫസ്റ്റ് സ്റ്റാൻസിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. Read the lines from the poem Any Woman and elaborate the idea conveyed in the lines given below. ഈ പോയത്തിന്റെ ലൈന് വായിച്ച് അതിൽ കൊടുത്തിരിക്കുന്ന, അതിലൂടെ കൺവേ ചെയ്യുന്ന മീനിങ് എന്താന്ന് ഒരു ഷോർട്ട് പാരഗ്രാഫ് ആക്കിയിട്ട് 4 മാർക്കിന്റെ ക്വസ്റ്റ്യനാ ചോദിച്ചിട്ടുള്ളത്. I am the pillars of the house. ഞാനാണ് വീടിന്റെ തൂണുകള്. The keystone of the arch am I. കമാനത്തിന്റെ അടിസ്ഥാന ശിലയും ഞാനാണ്. Take me away and roof and wall would fall to ruin me utterly. എന്നെ എടുത്തു മാറ്റുവാണെങ്കിൽ വോളും റൂഫും കംപ്ലീറ്റ് ആയിട്ട്, utterly മീൻസ് കംപ്ലീറ്റ് ആയിട്ട് റൂയിൻ ചെയ്യും, അല്ലെങ്കിൽ ഫാൾ ഡൗൺ ചെയ്യും. ഓക്കെ, അതാണ് നമ്മളുടെ ഇതിന്റെ മീനിങ്. ഇപ്പൊ നമ്മള് ക്വസ്റ്റ്യൻ നമ്മളുടെ പാഠഭാഗം എടുത്തു കഴിഞ്ഞപ്പോ ഡിസ്കസ് ചെയ്തപ്പോ ഈ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഈ ഇതിലൂടെ കൊടുത്തിരിക്കുന്ന മീനിങ് എന്താണ്? മീനിങ് എന്താന്ന് വെച്ചാല് അമ്മ പറയുന്നത്, ഇവിടെ സ്പീക്കർ ഒരു മദർ ആണല്ലോ, ആ മദർ പറയുന്നത് അവളാണ് വീടിനുള്ളിൽ കമാനം, ഈ ഹാഫ് സർക്കിൾഡ് ആയിട്ടുള്ള കമാനം ഉണ്ടല്ലോ, അതിന്റെ അടിസ്ഥാന ശില, സെൻട്രൽ സ്റ്റോണ് അവളാന്ന് പറയുന്നുണ്ട്.
അപ്പൊ അമ്മ ഇവിടെ പില്ലറുമായിട്ടും അതുപോലെ കീ സ്റ്റോണുമായിട്ടും സ്വയം കമ്പയർ ചെയ്യും. ഇവിടെ നമുക്ക് മെറ്റഫർ കാണാൻ സാധിക്കുന്നുണ്ട് ഫിഗർ ഓഫ് സ്പീച്ച് ആയിട്ട്. അമ്മ പറയുന്നത് വീടിന്റെ കീ സ്റ്റോണും പില്ലറും അവളാണ്. അവളെ എടുത്തു കളയുകയാണെങ്കിൽ വോളും അതുപോലെ തന്നെ റൂഫും ചുമരുകളും മേൽക്കൂരയും നിലം പതിക്കും എന്നാണ് പറയുന്നത്. അതാണ് ഇതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താ ആൻസർ വരുന്നത്. Pillars and the keystone are the main support of a building. It is not possible to have a building without pillars. Here the poet says, Mother is the pillars and the keystone of the house, which means she is the important part of the family. If there is no mother in a family, the family will lose its unity just like a collapsed building. Without pillars and keystone, mother is the integral part of the house. ഒന്നുകൂടെ വായിക്കാം, കേട്ടോളൂ. Pillars and the keystone are the main support of a building. It is not possible to have a building without pillars. Here the poet says, Mother is the pillars and the keystone of the house, which means she is the important part of the family. If there is no mother in a family, the family will lose its unity just like a collapsed building. Without pillars and keystone, mother is the integral part of the house. Okay, നമുക്ക് നോക്കാം. Pillars and the keystone are the main support of a building. ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തൂണുകളും കീസ്റ്റോണും ആണ് മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത്. It is not possible to have building without pillars. ഒരു പില്ലേഴ്സ് തൂണുകളില്ലാതെ ഒരു ബിൽഡിങ്ങിന് നിലനിൽക്കുക എന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. Here the poet says, Mother is the pillars and keystone of the house, which means she is the important part of the family. ഇവിടെ പോയിറ്റ് പറയുന്നത് എന്താന്ന് വെച്ചാൽ മദറാണ് ആ വീടിന്റെ തൂണുകളും കീസ്റ്റോണും എന്ന്. അതിലൂടെ അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ചാല് അമ്മയാണ് ആ വീട്ടിലെ ഇമ്പോർട്ടന്റ് പാർട്ട് എന്നാണ്. If there is no mother in a family, the family will lose its unity. അവിടെ ഒരു അമ്മ ഇല്ലെങ്കിൽ, ആ ഫാമിലിയിൽ ഒരു അമ്മ ഇല്ലെങ്കിൽ ആ ഫാമിലിക്ക് അതിന്റെ യൂണിറ്റി, ഐക്യം നഷ്ടമാക്കും. ജസ്റ്റ് ലൈക്ക് എ ബിൽഡിംഗ് വിതൗട്ട് കീസ്റ്റോൺ പില്ലേഴ്സും ഇല്ലാത്ത ഒരു ബിൽഡിംഗ് ഉള്ളതും ഒരമ്മ ഇല്ലായി കഴിഞ്ഞാൽ വീട് ഒരു കീസ്റ്റോൺ പില്ലേഴ്സ് വീട് ഭയങ്കര ക്ലാസ്ഡ് ആയിരിക്കും, അത് ഫാൾ ഡൗൺ ചെയ്ത വീടായിരിക്കും. അതുപോലെ തന്നെയാണ് അമ്മ ഇല്ലാത്ത വീടും ഫാൾ ഡൗൺ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ ഫാമിലിക്ക് അതിന്റെ യൂണിറ്റി നഷ്ടമാകും. മദർ ഈസ് ദ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദ ഹൗസ്. അമ്മയാണ് വീട്ടിലെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗം. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് ആ വീട്ടിലെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗം. ഓക്കെ, ഇത്രയാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് 3 L's ഓഫ് എംപവർമെന്റിലെ ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. 5 ഷോർട്ട് മാർക്ക് ക്വസ്റ്റ്യൻസ്, അതായത് 1 മാർക്ക് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അങ്ങനെ അതിൽ നമ്മൾ ഒരു 11 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ 3 L's ഓഫ് എംപവർമെന്റിന് ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമ്മള് ഒരു ഷോർട്ട് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും എഴുതിയ പോരെ നിങ്ങളെ എക്സാമിന് എഴുതുമ്പോൾ ഒന്നുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന മെയിൻ പോയിന്റ്സ് ആണ്. നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് ഒന്നും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് വേണം എഴുതാൻ. ഇത്രയും പോയിന്റ് എങ്കിലും വേണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. സോ ഇത്രയും പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾ എലാബറേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കിട്ടും. ഓക്കെ, and get more points down the answer.
their door against the wind and storm. നിങ്ങൾ പറഞ്ഞു ക്വസ്റ്റ്യൻസ് പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഫസ്റ്റ് സോറി 6 സ്റ്റാൻസ് ഉള്ള പോയാണ് നമ്മുടെ ഇനി വുമൺ. അതിൽ ഫസ്റ്റ് അതുപോലെ തന്നെ ലാസ്റ്റും സ്റ്റാൻസ് നിങ്ങൾ അതിന് നല്ല പ്രാധാന്യം സ്ട്രെസ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഫസ്റ്റും അതുപോലെ തന്നെ ലാസ്റ്റും സ്റ്റാൻസ് പഠിക്കാണ്. അതിന്നാണ് കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റാൻസിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ ആം ദെയർ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ, their door against wind and snow. ഫാമിലിക്ക് നേരെ വരുന്ന ഡേഞ്ചേഴ്സ്, അപകടങ്ങൾക്ക് മുന്നിൽ ഒരു വാളായിട്ട് അമ്മ ആക്ട് ചെയ്യും. അതുപോലെ വിൻഡ് ആൻഡ് സ്നോ എന്നുള്ളത് ഇവിടെ പ്രോബ്ലംസ് ഓഫ് എ ഫാമിലിയാണ്. അപ്പോ അവിടെ ഫാമിലിക്ക് എതിരെ വരുന്ന ഡേഞ്ചേഴ്സിന് മുന്നിൽ അമ്മ ഒരു ചുമരായിട്ടും ഫാമിലിക്ക് എതിരെ വരുന്ന പ്രശ്നങ്ങൾക്ക് മുന്നിൽ അമ്മ ഒരു ഡോറായിട്ടും ആക്ട് ചെയ്യും. ഓക്കെ, ഐഡന്റിഫൈ ഓഫ് സ്പീച്ച്. നമ്മുടെ പോയം തുടങ്ങിയപ്പോഴേ പറഞ്ഞതാ. കാരണം അമ്മ സ്വയം പില്ലറുമായിട്ടും ക്രിസ്റ്റോമായിട്ടും കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന മെറ്റഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ ആണ്. അപ്പോ ഈ പോയത്തിൽ ഉടനീളം നമുക്ക് പറ്റുന്ന ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ, ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ. ഇവിടെ അമ്മ തന്നെ വോളിനോടും അതുപോലെ തന്നെ ഡോറിനോടും സ്വയം കമ്പയർ ചെയ്യുക. ഫസ്റ്റ് സ്റ്റാൻസയിൽ പില്ലറിനോടും കീസ്റ്റോണിനോടും ആയിരുന്നെങ്കിൽ ഇവിടെ ഡോറിനോടും വാളിനോടുമാണ് അമ്മ സ്വയം കമ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് മെറ്റഫർ ആണ്. മെറ്റഫർ എന്നുള്ളത് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അത് ആസും ലൈക്കും വരാത്ത കമ്പാരിസൺസ് ഉണ്ടല്ലോ, ആസും ലൈക്കും വരുന്ന കമ്പാരിസൺസ് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുക നമ്മൾ സിമിലിയാണ്. അല്ലെങ്കിൽ ഷീസ് ലൈക്ക് എ ഫ്ലവർ, ഷീസ് ആസ് ലൈക്ക് ആസ് എ ഫ്ലവർ എന്നൊക്കെ പറയുന്നത് സിമിലിയാണ്. ലൈക്കും ആസും വരുന്ന ഒരു ലൈന് അല്ലെങ്കിൽ ഒരു സെന്റൻസ് അത് എന്തായിരിക്കും? സിമിലി ആയിരിക്കും. മെറ്റഫറും ഒരു ഇൻഡയറക്റ്റ് കമ്പാരിസൺ ആണ്. മെറ്റഫർ ഇത് തന്നെയാണ് അത് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഫസ്റ്റത്തെ 1 മാർക്കും രണ്ടാമത്തത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമുക്ക് ആ ലൈനിലെ മീനിങ് എന്താന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഫാമിലി വരുമ്പോ അമ്മ വോളായിട്ടും ഫാമിലിക്ക് പ്രശ്നങ്ങൾ വരുമ്പോ അമ്മ ഒരു ഡോറായിട്ടും ആക്ട് ചെയ്തിട്ട് ആ പ്രശ്നങ്ങളൊന്നും തന്റെ ഫാമിലി മെമ്പേഴ്സിലെത്താതെ അവര് സേഫ് ഗാർഡ് അല്ലെങ്കിൽ ബോഡി ആയിട്ട് അവർ meaning. The message conveyed through the line, mother stands against all days. She stood as a block against all problems in the family. The message, the line, mother against all days. And to stand ഈ 2 ലൈനിലൂടെ എതിരി പറയുന്ന സന്ദേശം ഒരു
അപ്പൊ പറയുന്നത് എന്താന്ന് വെച്ചാൽ അമ്മ തന്റെ ഫാമിലിക്ക് നേരെ ഒരു പ്രോബ്ലംസ്, തന്റെ ഫാമിലിക്കും ഫാമിലി മെമ്പേഴ്സിനെതിരെയും പുറത്തുനിന്ന് ഒരു പ്രശ്നം വരുവാണെങ്കിൽ അമ്മ അവിടെ ഒരു തടസ്സമായിട്ട് നിലനിൽക്കും. എന്നിട്ട് ആ ഡേഞ്ചേഴ്സ് തന്റെ മക്കളിലും ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിലും എത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഡേഞ്ചേഴ്സ് വരുമ്പോൾ അവളൊരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ഒരു വോളായിട്ട് അതിനു മുന്നിൽ ആക്ട് ചെയ്യും. ഷീ സ്റ്റുഡ് ആസ് എ ബ്ലോക്ക് എഗെയിൻസ്റ്റ് ആൾ പ്രോബ്ലംസ് ഇൻ എ ഫാമിലി. ഫാമിലിയിലേക്ക് വരുന്ന എല്ലാ പ്രോബ്ലംസിന് മുന്നിലും ഒരു ബ്ലോക്ക് ആയിട്ട് ഒരു തടസ്സമായിട്ട് അവള് നിൽക്കും. ഓക്കെ, അതാണ് ഇതിന്റെ മീനിങ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻ കൂടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് സുധാമൂർത്തി ഹൊറിഗല്ലു നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു അൺബോട്ടാണ് ഹൊറിഗല്ലു അല്ലെ. സുധാമൂർത്തി ഒരു ഇന്ത്യൻ റൈറ്റർ ആണ്. റൈറ്ററായിട്ട് സുധാമൂർത്തി നമ്മുടെ കൂടി ഇതിലേക്കാണ് നോക്കുന്നത് വെച്ചാല് എനി വുമൺ ബൈ കാതറിൻ ടൈനൻ, 3 years ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത് നമ്മളെ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹൊറിഗല്ലുവിലെ ക്വസ്റ്റ്യൻ നോക്കാം. In Horigallu, Sudhamurti, how a burden of troubles can be relieved by taking to a good listener. Comment on the suitability of the title Horigallu. നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ച ടൈമിൽ പഠിച്ചതാണ്. സുധാമൂർത്തി എന്നുള്ളത് തന്റെ കൊളീഗ്സിന്റെ അടുത്തൊക്കെ വളരെ ലോയബിളും അതുപോലെ ലവിങ്ങും ആയിട്ടുള്ള ഒരു ലേഡിയാണ്. സുധാമൂർത്തി അവരുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും വർക്ക് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസും ആണ് ഹൊറിഗല്ലുവിന്. അവരുടെ മെമ്മറീസ് ഹൊറിഗല്ലുവായിട്ട് ആ ഒരു ഹൊറിഗല്ലുവായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് സുധാമൂർത്തിക്ക് ഒരു ഗുഡ് ലിസണർ ആവാൻ സാധിച്ചു, നല്ലൊരു ലിസണർ ആവാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മുടെ ഹൊറിഗല്ലു എന്ന പാഠഭാഗത്തിന്റെ ചാപ്റ്ററുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഹൊറിഗല്ലു എന്ന പാഠഭാഗത്തിന്റെ ചാപ്റ്ററിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. aptly captures the essence of Sudhamurti's anecdote. Just as physical supports, a good listener offers emotional relief, helping to alleviate the burden of troubles. Sharing problems with someone who cares can bring mental solace and solution. Similarly, during a journey can revive and refresh us, offering physical relief. Thus, the concept of Horigallu represents a universal source of comfort and relief, making the title of a fitting for the anecdote. Okay. The title Horigallu നമ്മുടെ സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദർ തന്റെ റിട്ടയർമെന്റ് പീരീഡില് ഹൊറിഗല്ലുവിന്റെ ടൈമിൽ ഇരുന്നിട്ടാണ് ടൈം സ്പെൻഡ് ചെയ്തത്. ആ ടൈമിൽ എന്ന് പറഞ്ഞാല് ഒരുപാട് ട്രാവലേഴ്സ്, അതിലെ കടന്നു പോകുന്ന ഒരുപാട് ട്രാവലേഴ്സ് അവരുടെ തോളിലെ വെയിറ്റ് ഒക്കെ ആ ഹൊറിഗല്ലുവില് ഇറക്കി വെച്ചിട്ട് അവിടെ ഒരുപാട് നേരം വിശ്രമിച്ച് ആ ഗ്രാൻഡ് ഫാദറിനോട് സംസാരിച്ചിട്ടൊക്കെ അവിടെ നിന്ന് പോവുക. അപ്പൊ ഇവിടെ ഒരു വെയിറ്റ് ബിയറിംഗ്, അതായത് എന്താ വെയിറ്റ് താങ്ങുന്ന ഭാരം താങ്ങുന്നതാണ് ഹൊറിഗല്ലുവിനെ ഇതിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഹൊറിഗല്ലു എന്നുള്ളത് ഒരു തണൽ മരത്തിന് ചുറ്റുമുള്ള
തണൽ മരത്തിന്റെ താഴെ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തെയാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു വെയിറ്റ് ബിയറിംഗ് സ്റ്റോൺ ആയിട്ടാണ് സുധാമൂർത്തി പറയുന്നത്. കാരണം ചെറുപ്പത്തിൽ ഒരുപാട് പേര് അതിന്റെ ചോട്ടിൽ വിശ്രമിക്കുകയും അവരുടെ ബേർഡൻസ് ഒരുപക്ഷെ ഫിസിക്കൽ ബേർഡൻ ആവാം, അല്ലെങ്കിൽ അവരുടെ ഇമോഷണൽ ബേർഡൻസ് ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഹൊറിഗല്ലു. അവിടെ അതിലൂടെ കടന്നു പോകുന്ന ട്രാവലേഴ്സിന് നല്ലൊരു സപ്പോർട്ടും കമ്പാനിയനും ഒക്കെ ആയിട്ട് അവളുടെ ഗ്രാൻഡ് ഫാദർ മാറിയിരുന്നു. ഓക്കെ. The title Horigallu aptly captures the essence of Sudhamurthi's anecdote. അപ്പൊ ഇത് നമ്മുടെ ഈ ഹൊറിഗല്ലു എന്നുള്ളത് ഒരു അനക്ഡോട്ടാണ്. സുധാമൂർത്തി അവളുടെ കാര്യങ്ങൾ, തോന്നലുകളും ചിന്തകളും ഒക്കെ എഴുതിയിരിക്കുന്നതാണ് ഇതില്. അപ്പൊ സുധാമൂർത്തിയുടെ അനക്ഡോട്ടുമായിട്ട് വളരെ ആപ്റ്റ് ആയിട്ട് കണക്ട് ആവുന്ന ഒരു ടൈറ്റിലാണ് ഹൊറിഗല്ലു എന്നുള്ളത്. Just as the Horigallu provides physical support, a good listener offers emotional relief. ഹൊറിഗല്ലു ഈ പാഠഭാഗത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലൂടെ പോകുന്ന ട്രാവലേഴ്സിന് അവരുടെ ബേർഡൻ ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലമായിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ റിലീഫ്, നമുക്ക് ഹൊറിഗല്ലു നൽകുന്നത് ഒരു ഫിസിക്കൽ റിലീഫാണ്. കാരണം നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം, വെയിറ്റ് ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലമായിട്ട് ഹൊറിഗല്ലു മാറുന്നു. അതിലൂടെ നമുക്കൊരു ഫിസിക്കൽ റിലീഫ് ഹൊറിഗല്ലു തരുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം സുധാമൂർത്തി എന്ന് പറയുന്നത് ഒരു ഗുഡ് ലിസണർ ആണ്. അവരുടെ കൊളീഗ്സിന്റെ പ്രശ്നങ്ങളൊക്കെ വിത്തൗട്ട് എനി ജഡ്ജ്മെന്റ് അവർ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കേട്ടോണ്ടിരിക്കുന്ന ടൈമില് സുധാമൂർത്തി എന്താ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന, അതായത് തന്റെ കൊളീഗ് പറയുന്ന കാര്യങ്ങള് ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ കേട്ടോണ്ടിരിക്കുക. ഇതുവഴി ആ കൊളീഗിന് തന്റെ മനസ്സിലെ ഇമോഷണൽ ബേർഡന് അല്ലെങ്കിൽ അത് ഇമോഷണൽ ആയിട്ട് ഒരു റിലീഫ് കൊടുക്കും. ഹൊറിഗല്ലു ഒരു ഫിസിക്കൽ റിലീഫും അതുപോലെ തന്നെ സുധാമൂർത്തി ഇമോഷണൽ റിലീഫും ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൊറിഗല്ലുവിനും സുധാമൂർത്തിനും നമുക്കിവിടെ കണക്ട് ചെയ്തിട്ട് helping to alleviate the burden of presence. ഇവിടെ സുധാമൂർത്തി ഹൊറിഗല്ലു ആവട്ടെ എന്താ ആളുകളെ ഹെൽപ്പ് ചെയ്യാണ്. അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ബേർഡൻസും ഇറക്കി വെച്ചിട്ട് അവർക്ക് ഫിസിക്കൽ റിലീഫും മെന്റൽ റിലീഫും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹൊറിഗല്ലുവും സുധാമൂർത്തിയും. Sharing problems with someone who cares can bring mental solace. ഇപ്പൊ നമ്മളുടെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, ഒട്ടും സോൾവ് ചെയ്യാൻ പറ്റാത്ത ഭയങ്കര നല്ല സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമ്മളത് ഒരാളുമായിട്ട് ഷെയർ ചെയ്യുവാണെങ്കിൽ ആ പ്രശ്നം പകുതി ഉറങ്ങിയ പോലെ നമുക്ക് ഇമോഷണലി ഒരു റിലീഫ് കിട്ടും. അതുകൊണ്ട് നമ്മളുടെ മൈൻഡിനെ റിലീഫ് ചെയ്യാന് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, സീരിയസ് ആയിട്ട് വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും വിശ്വാസമുള്ള ഒരാളടുത്ത് തുറന്നു പറയുകയാണെങ്കിൽ ഒരു റിലീഫ് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ കാര്യങ്ങൾ ഒരാളുമായിട്ട് ഷെയർ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു മെന്റൽ സൊളൈസ് കിട്ടും. മനസ്സിന് ഒരു സൊളൈസ്, ഒരു ഭാരം കുറഞ്ഞു കിട്ടും. ഈവൻ ഇഫ് ഇറ്റ് ഡസന്റ് പ്രൊവൈഡ് എ സൊല്യൂഷൻ. ഒരുപക്ഷെ നമ്മളുടെ പ്രശ്നങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് ലിസൺ ചെയ്യുന്ന ആൾക്ക് നമുക്ക് നല്ലൊരു സൊല്യൂഷൻ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. ആ പ്രശ്നത്തെ ജഡ്ജ് ചെയ്യാനോ അതിന് നല്ലൊരു സൊല്യൂഷനോ പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ ഒരാളുമായിട്ട് ആ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മളുടെ മൈൻഡിന് അത് സൊളൈസ് നൽകും. ഒരു മെന്റൽ സൊളൈസും ഇമോഷണൽ ആയിട്ടുള്ള റിലീഫും ഒക്കെ നൽകും. സിമിലർലി ടേക്കിംഗ് എ ബ്രേക്ക് ഡ്യൂറിങ് എ ജേർണി ക്യാൻ റിവൈവ് ആൻഡ് റിഫ്രഷ്. അതുപോലെ തന്നെ നമ്മൾ ഒരു ലോങ് ജേർണി പോകുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി തന്നെ ഇരുന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എന്താ ഭയങ്കര ബോറായിട്ട് തോന്നും ആ ജേർണി. അപ്പോ ആ ടൈമിൽ തന്നെ നമ്മൾ ആ ജേർണി പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഓരോ ബ്രേക്ക് എടുത്ത് ചില സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ചെയ്ത് അല്ലെങ്കിൽ വിശ്രമിച്ചൊക്കെ പോകുമ്പോൾ ആ ജേർണി ഭയങ്കര എക്സൈറ്റിംഗ് ആയി തീരും. അതുപോലെ തന്നെയാണ് നമ്മളുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ ഒരാളുമായിട്ട് ഷെയർ ചെയ്താല് അല്ലെങ്കിൽ പുറത്ത് വെച്ചാല് അത് നമുക്ക് മൈൻഡിന് കൂൾ വരും. അതുപോലെ തന്നെ ഒരു ജേർണി പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ബ്രേക്ക് എടുത്തിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്കത് റിഫ്രഷ്മെന്റ് തരും. ഓഫറിങ് ഫിസിക്കൽ റിലീഫ്, അത് നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള റിലീഫ് തരും.
Thus, the concept of Horigello represents a universal source of comfort and relief. ഹൊറിഗല്ലു എന്ന കോൺസെപ്റ്റ് യൂണിവേഴ്സലി മീൻ ചെയ്യുന്നത് കംഫർട്ടും റിലീഫ് എന്നാണ്. അപ്പൊ ഹൊറിഗല്ലു എന്നുള്ളത് നമുക്ക് ഇവിടെ ഒരു കോൺസെപ്റ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് കംഫർട്ട്, റിലീഫ് എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. മേക്കിംഗ് ദ ടൈറ്റിൽ എ ഫിറ്റിംഗ് ചോയ്സ് ഫോർ ദ അനക്ഡോട്ട്. നമ്മുടെ സുധാമൂർത്തിയുടെ അനക്ഡോട്ടിന് ഏറ്റവും ഫിറ്റിംഗ് ആയിട്ടുള്ള, ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിലാണ് ഹൊറിഗല്ലു എന്നത്. കാരണം സുധാമൂർത്തി ആവട്ടെ ഹൊറിഗല്ലു ആവട്ടെ എന്താ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ഫിസിക്കൽ ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ള ഒക്കെ റിലീഫ് കൊടുക്കുകയാണ്. അവർക്ക് ഇമോഷണൽ ബേർഡനും ഫിസിക്കൽ ബേർഡനും ഇറക്കി വെക്കാനുള്ള ഒരു സ്ഥലം സുധാമൂർത്തിയും അതുപോലെ തന്നെ ഹൊറിഗല്ലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സുധാമൂർത്തിയുടെ അനക്ഡോട്ടിന് കൊടുക്കാൻ ഇതിലും ആപ്റ്റ് ആയിട്ട് മറ്റൊരു ടൈറ്റിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ടൈറ്റിൽ ഹൊറിഗല്ലു എന്നുള്ളത് സുധാമൂർത്തിയുടെ അനക്ഡോട്ടിന് വളരെ ആപ്റ്റ് ആണ്. അതാണ് നമ്മൾ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ചോദിച്ചാൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യനും എന്താ, സുധാമൂർത്തിയുടെ നമ്മുടെ ഹൊറിഗല്ലു സുധാമൂർത്തിയുടെ ചാപ്റ്ററിൽ നിന്ന് തന്നെയാണ്. ഹൊറിഗല്ലു എന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Here is the diary entry by Sudhamurthy. Fill in the blanks with appropriate similes or adjectives from the options given in brackets. അപ്പൊ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന കുറെ ഡാഷ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കണ്ടോ, എന്താണെന്നറിയോ? സുധാമൂർത്തിയുടെ ഡയറി എൻട്രിയാണ്. നമ്മുടെ സുധാമൂർത്തി എഴുതിയ ഡയറിയുടെ ഭാഗങ്ങളാണ്. അതിൽ ഒരുപാട് ബ്ലാങ്ക്സ് ഉണ്ട്, ഒരു 3 ബ്ലാങ്ക്സ് ഉണ്ട്. ആ ബ്ലാങ്ക്സ് ഒക്കെ ഫില്ല് ചെയ്യും. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിമിലിയോ അതുപോലെ തന്നെ അഡ്ജക്റ്റീവോ യൂസ് ചെയ്തിട്ട് ആ ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് നോക്കാം. Village dates are memorable. Days were full of fun and frolic and as were well as dash. എന്നിട്ട് അവിടെ കൊടുക്കാനുള്ളത് ഡെല്ല്, cheerful, sharp. As a lark, how I miss those days. In Mumbai, everyone is as busy as a dash. അവിടെ കൊടുക്കാനുള്ള സ്ലെയില്, സ്ലോത്ത്, ബി. And women too are no different. Girls who were regarded to be as dash, അവിടെ sorry, chill, suit. As a rose have now transformed themselves into leaders, office and torch bearers. നോക്കാം. എന്റെ ഗ്രാമത്തിലെ ദിവസങ്ങൾ മെമ്മറബിൾ ആണ്, വളരെ ഓർമ്മ നിറഞ്ഞതാണ്. ഡേയ്സ് വെർ ഫുൾ ഓഫ് ഫൺ ആൻഡ് ഫ്രോളിക് ആൻഡ് ഡള്ളായിരിക്കും. വില്ലേജ് ഓർമ്മകൾ അവൾക്ക് മെമ്മറബിൾ ആണ്. എന്തുകൊണ്ട് മെമ്മറബിൾ ആയത്? അവൾക്ക് ആ വില്ലേജ് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ആൻസർ ചിയർഫുൾ ആണ്. ചിയർഫുൾ full of fun and frolic and as well as cheerful as skylark. അവളുടെ വില്ലേജിലെ ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലാർക്കിനെ പോലെ ചിയർഫുൾ ആയിരുന്നു, ഭയങ്കര ഹാപ്പി ഉള്ളതായിരുന്നു. ആ ദിവസങ്ങളെ ഞാൻ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ട്. ഇൻ മുംബൈയിലാവട്ടെ എവരിവൺ ഈസ് ആസ് ബിസി ആസ് എ സ്നെയിൽ, സ്ലോത്ത്, ബി. ഏതാ വരിക? സ്നെയില് ബിസിയാണ്. സ്നെയിലിന്റെ ബിസിയാണ്. അല്ല, സ്നെയില് ഭയങ്കര സ്ലോ ആയിട്ടുള്ളതാണ്. സ്ലോത്ത് എന്ന് പറഞ്ഞാൽ മടിയും. സ്ലോത്തും എന്താ സ്ലോ ആണ്. ബിയോ, ബി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന ടൈപ്പാണ്. അതായത് ഒരു ബിസി ആയിട്ടുള്ള ലൈഫാണ് ബിക്കുള്ളത്, തേനീച്ചയ്ക്കുള്ളത്. അതുതന്നെ ഹൗ അവിടെ എല്ലാരും, മുംബൈയിൽ എല്ലാരും ബിസിയാണ്, സ്ത്രീകളും ബിസിയാണ്. ആർ നോ ഡിഫറെന്റ് ഗേൾസ് ഹു വർ റിഗാർഡഡ് ടു ബി അവിടെ ബിസി അല്ലാത്ത ഒറ്റ ഗേൾസും ഇല്ല.
ഗേൾസ് പൊതുവെ അറിയപ്പെടുന്നത് എന്താന്ന് വെച്ചാല് സോ ഓർ ചിൽ ഓർ sweet as a rose have now transformed themselves into leaders. ഇവിടെ വരുന്നത് സ്യൂട്ട് ആണ്, കാരണം സ്ത്രീകളെ മധുരമുള്ള ഒരു കാര്യമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സിമിലിയാണ്. അതുപോലെ സെക്കൻഡിലും നമുക്ക് സിമിലിയാണ് കാണാൻ പറ്റുന്നത്. ചിയർഫുൾ ബി, അതുപോലെ സ്വീറ്റ് ആസ് എ റോസ് ആൻഡ് ഓഫീസ് ആൻഡ് ടോർച്ച് ബിയറേഴ്സ്. അവർ ലീഡേഴ്സ് ആയി മാറുന്നുണ്ട് സ്ത്രീകൾ. ഓക്കെ, അപ്പൊ നമുക്ക് ആ സെന്റൻസ് കറക്റ്റ് ചെയ്തത് ഒന്ന് വായിക്കാം. Village days are memorable. Days were full of fun and frolic and as well as cheerful as a lark. How is those days? In Mumbai, everyone is as busy as a bee, and women too. Are no different girls who were regarded to be as sweet as a rose have now transformed themselves into leaders, office and torch bearers. അപ്പൊ ഹൊറിഗല്ലുവിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമിന് ചോദിച്ചിട്ടുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യനും ഹൊറിഗല്ലു തന്നെയാണ്. അപ്പൊ നമ്മൾ 3 L's of Empowerment 5 ഷോർട്ട് ക്വസ്റ്റ്യൻസും ഒരു 4 മാർക്ക് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്കുമ്മളിലെ ഒരു 4 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഹൊറിഗല്ലുവിലെ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഒരു 4 മാർക്കിന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പാസേജ് എഡിറ്റ് ചെയ്യാൻ ഉള്ളത് കണ്ടു. ഇനി നമുക്ക് ഹൊറിഗല്ലുന്ന് തന്നെ ചോദിച്ചിട്ടുള്ള ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നോക്കാം. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പാസേജ് വായിച്ചിട്ട് ആൻഡ് പിക്ക് ഔട്ട് ദ 2 ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. 2 ഡിസ്ക്രൈബിംഗ് വേർഡ്സ് നമ്മൾ ഈ പാസേജ് വായിച്ചിട്ട് എഴുതണം. ദ ഹൊറിഗല്ലു ഇൻ അവർ വില്ലേജ് ഹോൾസ്. ആ പാസേജ് ആയിട്ട് വായിക്കുന്നത്. ദ ഹൊറിഗല്ലു ഇൻ അവർ വില്ലേജ് ഹോൾസ് special memories for me as it is inextricably linked with my grandfather. അപ്പൊ നമുക്ക് ഇതാണ് തന്നിരിക്കുന്ന സെന്റൻസ് പാസേജ് എന്ന് പറയുന്നത് ഒരു ചെറിയ പാസേജ് ആണ്. The Horigallu in our village holds special memories for me as it is inextricably linked with my grandfather. Okay. അപ്പൊ നമുക്ക് ഇതിൽ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആയിട്ട് ഉള്ളത് 2 വേർഡ്സ് ആണ്, സ്പെഷ്യലും ഇൻഎക്സ്ട്രിക്കബിളും. ഹൊറിഗല്ലു, ദ ഹൊറിഗല്ലു ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ല. ഇൻ അവർ വില്ലേജ് ഡിസ്ക്രൈബിംഗ് അല്ല. ഹോൾസും ഹോൾഡ് ചെയ്യാന്നുള്ളതും ഡിസ്ക്രൈബിംഗ് വേർഡ് അല്ല. സ്പെഷ്യൽ മെമ്മറീസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡാണ് സ്പെഷ്യൽ. അതുകൊണ്ട് സ്പെഷ്യൽ നമുക്ക് ഇതെന്നുള്ള 1 ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ്. ഫോർ മീ ഡിസ്ക്രൈബിംഗ് അല്ല. ആസ് ഇറ്റ് ഈസ് ഡിസ്ക്രൈബിംഗ് അല്ല. ഇൻഎക്സ്ട്രിക്കബിളി എന്നുള്ളതും ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ്. ലിങ്ക്ഡ് വിത്ത് മൈ ഗ്രാൻഡ് ഫാദർ. അപ്പൊ നമുക്ക് 2 വേർഡാണ്, 2 ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ് ഈ പാസേജ് നിന്ന് കിട്ടിയത്. സ്പെഷ്യലും ഇൻഎക്സ്ട്രിക്കബിളി ആണ് 2 വേർഡ്സ്, ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെഷ്യൽ എന്തുകൊണ്ട് ഡിസ്ക്രൈബിംഗ് ആയി നോക്കാം. Special describes the memories associated with the ഹൊറിഗല്ലു. സ്പെഷ്യൽ എന്നുള്ള വേർഡ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൊറിഗല്ലു ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള മെമ്മറീസിനെയാണ്. ഇംപ്ലൈയിങ് they are unique and significant. ഹൊറിഗല്ലു സിഗ്നിഫിക്കന്റും യുണീക്കും ആയിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്പെഷ്യൽ. ആ ഹൊറിഗല്ലുവിന്റെ യുണീക്നെസ്സിനെയും സിഗ്നിഫിക്കൻസിനെയും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്പെഷ്യൽ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇൻഎക്സ്ട്രിക്കബിളി എന്നുള്ള വേർഡ്, അത് യൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? Inextricably describe the link between the ഹൊറിഗല്ലു and the narrator's grandfather. Inextricably എന്നുള്ള ആ വേർഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഹൊറിഗല്ലുവും സുധാമൂർത്തിയുടെ ഗ്രാൻഡ് ഫാദറും തമ്മിലുള്ള ആ ഒരു ലിങ്കിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. Meaning they are deeply and intimately connected, impossible to separate.
ഇനെക്സ്ട്രിക്കബിളി എന്നുള്ള വേർഡിലൂടെ കാണിക്കുന്ന എന്താ, അവര് ഒരുപാട് ഇന്റിമേറ്റ് ആയിട്ട് കണക്ട് ആയിട്ടുള്ളവര്, അവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആണ്. അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോ രണ്ട് വേർഡ്സ് ആണ്, സ്പെഷ്യലും ഇനെക്സ്ട്രിക്കബിളിയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞത് വെച്ചാല് റീൽസ് ഓഫ് എംപവർമെന്റ് ഫസ്റ്റിലെ 3 ചാപ്റ്റേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. 3 L's ഓഫ് എംപവർമെന്റ്, എനി വുമൺ, അതുപോലെ തന്നെ ഈ 3 ചാപ്റ്ററിലെ യൂണിറ്റ് ഫസ്റ്റിലെ ഈ 3 ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കും, ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് പഠിക്കുകയും ചെയ്തിട്ട് വേണം എക്സാം അറ്റൻഡ് ചെയ്യാൻ. ഇത് ഞാൻ അതിന് ചോദിച്ചിട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് പുറമെ ഈ 3 ക്വസ്റ്റ്യന് 3 ഭാഗത്തു നിന്ന് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താന്ന് വെച്ചാല് 3 L's ഗവൺമെന്റില് അതിന്ന് സ്പീച്ച് ചോദിച്ച് കണ്ടിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ അസംബ്ലിയിൽ വുമൻസ് ഡേക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അത് നമ്മൾ 3 L's ഓഫ് എംപവർമെന്റിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്തപ്പോ പറഞ്ഞിട്ടുള്ളതാണ്. ആ സ്പീച്ച് എല്ലാവരും പഠിച്ചിട്ട് വേണം പോവാന് അസംബ്ലിക്ക്. ആ ഡെലിവർ സ്പീച്ചാണ്, അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനി വുമൺ എന്ന പോയതിന്റെ അപ്രീസിയേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്രീസിയേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചാല് അബൌട്ട് പോയിന്റ് ആണ്, പോയിന്റിനെ പറ്റിയിട്ടും പിന്നെ സെൻട്രൽ തീം ഓഫ് ദ പോയം. അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ പറയേണ്ടത് എന്താ വെച്ചാൽ സെൻട്രൽ തീം ഓഫ് ദ പോയം, അബൌട്ട് ദ ഓതർ പറയാം അപ്രീസിയേഷന്റെ ഫസ്റ്റ് പാരഗ്രാഫില്. പിന്നെ സെക്കൻഡും തേർഡും പാരഗ്രാഫിൽ നമുക്ക് 4 പാരഗ്രാഫ് ആക്കിയിട്ട് അപ്രീസിയേഷൻ എഴുതുന്നതായിരിക്കും ഒന്നുകൂടെ വൃത്തിയായിട്ട് വരിക. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ തീമും ഓതറിനെ പറ്റിയിട്ടും എഴുതണം. സെക്കൻഡ് പാരഗ്രാഫിൽ എന്താന്ന് വെച്ചാല് നമ്മളെ പോയത്തിന്റെ ചെറിയൊരു സമ്മറി, ഫാസ്റ്റ് ആൻസർ പോയാണല്ലേ ഇനി പോകും, അതിലെ ഒരു ചെറിയ സമ്മറി നമ്മൾ കൊടുക്കണം 2 പാരഗ്രാഫിലായിട്ട്. അപ്പൊ 2 പാരഗ്രാഫിൽ സമ്മറി, പിന്നെ 4ാമത്തെ പാരഗ്രാഫ് ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്താ കൊടുക്കണ്ടേ, ഇതിൽ യൂസ് ചെയ്തിട്ട് മെറ്റഫില്ലേ, പേഴ്സിഫിക്കേഷൻ ഇല്ലേ, എൻചാപ്മെന്റ് ഇല്ലേ, അതൊക്കെ നമുക്ക് എഴുതാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ റൈം സ്കീം, ഇതൊരു റൈമിലാണ് പോയി എഴുതിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് എഴുതാം. 6 സ്റ്റാൻസയാണുള്ളത്. ഓരോ സ്റ്റാൻസയും 4 ലൈനാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. പിന്നെ നമ്മുടെ സുധാമൂർത്തിയുടെ ഡയറി, മുറികല്ലൂന്ന് സുധാമൂർത്തിയുടെ ഡയറി ഒരു 6 മാർക്കിനും 8 മാർക്കിനും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇത്രയാണ് ഈ 3 ചാപ്റ്ററിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ. പിന്നെ 3 L's ഓഫ് എംപവർമെന്റിന് നമ്മുടെ 3 L's ഇല്ലേ, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, ഈ 3 Lനെ പറ്റിയിട്ടും പാരഗ്രാഫ് ക്വസ്റ്റ്യൻ 4 മാർക്കിന്റെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഓരോ എല്ലിനെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ 3 ചാപ്റ്ററിന് ഡിസ്കസ് ചെയ്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതിൽ ലോങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലോങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതിന്റെ നോട്ടൊന്നും ഉണ്ടാക്കുക പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ ലോങ് എസ്സേസ് ഒക്കെ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഒരു വേക്കാണ്. സോ അത് നമ്മൾ ആൻസർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരിക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്നാലും നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടാണ് പോവല്. അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ എസ്സേസ് ഒക്കെ നോട്ട് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ബൈ കാത്തറിൻ ഡിസ്കസ് ചെയ്തു. അതുപോലെ 3 L's ഓഫ് എംപവർമെന്റ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ്, അതിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ കർണാടക റൈറ്റർ ആയിട്ടുള്ള സുധാമൂർത്തിയുടെ ഹൊറികല്ലൂല ക്വസ്റ്റ്യൻസ്, അനക്ഡോട്ടിലെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഉള്ളത്. ഓക്കെ, ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആട്ടോ. അതുപോലെ എനി വുമണിലെ ഫസ്റ്റും ലാസ്റ്റും സ്റ്റാൻസ് എല്ലാവരും ഓർത്തിരിക്കണം. അതിന്റെ ഇടയ്ക്കുള്ളത് ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും ഫസ്റ്റും ലാസ്റ്റും സ്റ്റാൻസ് പറ്റിയ നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നത് തന്നെ നല്ലതായിരിക്കും എക്സാമിന് കോട്ട് ചെയ്യാനൊക്കെ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ
നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ.